അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പം നമ്മുടെ ഇവിടെ ഈ ആർട്ടിസ്റ്റിൻ്റെ പേരിനിരിക്കുക ഒരു ലേഡി ആർട്ടിസ്റ്റാണ് ഇവിടെ പെർഫോം ചെയ്തപ്പം നമ്മുടെ ഈ ബാത്റൂമിൽ പോകുന്നൊരു കഥ പറയുക. അതായത് പണ്ട് വെളിക്കിറങ്ങാൻ വെളി സ്ഥലത്താണ് പോയിരുന്നത്. പാലക്കാട് തോന്നുന്നൊരു ജിഷ പൊളിച്ചെടുക്കുമായിരുന്നു. ആ കഥ പറഞ്ഞപ്പോൾ അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ 2 ദിവസം മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തു. ബാത്റൂമിൽ മണി പ്ലാന്റ് വെക്കുന്ന ഒരു കഥ നമുക്ക് എത്രമാത്രം രസിക്കാവോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ കുട്ടി ജിഷ പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജിഷ രജിത്ത്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പക്ഷെ എൻ്റെ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് കഞ്ചിക്കോട് ബോർഡർ അല്ല, പാലക്കാട് തൃശ്ശൂർ ബോർഡർ അല്ല. എൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വേറെ എവിടെ നിന്നോ വരികയാണെന്ന്. കുറെ മലകൾ, പർവ്വതങ്ങൾ, യു നോ ദാറ്റ് സംതിങ്. ഏയ് രമേഷ് ഏട്ടാ, പാലക്കാട് ഭാഷയല്ലേ നീ പാലക്കാടാന്ന് പറഞ്ഞപ്പോ ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെ പറയണ്ടേ. എവിടെയാണ് ഉണ്ണി പാലക്കാട്? എവിടെയാണ്? പാലക്കാട് നെന്മാറ അയിലൂർ പാലമൊക്കെ ചെയ്താ. നെന്മാറ വല്ലങ്കി വേലക്കൊക്കെ എത്ര തവണ കേട്ട വന്നിട്ടുണ്ട് അറിയോ? അവിടെ വല്ലങ്കി വേലക്കൊക്കെ ഭയങ്കര പരിപാടിയാണ്. എന്താ പടക്കമൊക്കെ പൊട്ടിട്ട് അവിടെ ഒക്കെ നിക്കാൻ പോലും പറ്റില്ല, അത്ര ബഹളാണ്. കൂടാണ്ട് വന്നിട്ട് പരിപാടി ഒരു നാട്ടുകാര്യം പറയാണ്. ഇത് എത്ര പേരാണ് ഇവിടെ കേൾക്കാൻ? എപ്പോഴാ തുടങ്ങുക? ഇവരൊക്കെ അവിടെ കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ. പാലക്കാട് നിന്ന് വന്നിട്ട് നമ്മളൊക്കെ പാലക്കാടുകാരുടെ അഭിമാനം കാക്കണം അത്രേ. ഇവരൊക്കെ അത് ബി ഒക്കെ പാലയാണ്, പാലക്കാടില്ലേ. നമുക്ക് പാലയുണ്ട്, കാടുണ്ട്. അതാണ് അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേഷ് ചേട്ടൻ അറിയാം, നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ തലവെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. പാലക്കാട് എന്ത് പറഞ്ഞാലും ഓ എന്ന് പറയും. ഏട്ടാ അവര് ചത്തൂട്ടോളീൻ, ഓ ഞാൻ കല്യാണത്തിന് പോകാൻ, ഓ ഈ ഓ ഓ ഓ ഓ പറഞ്ഞ് കാന്താരയുടെ ഋഷാവ് ഷെട്ടി ഈ ഓയിനെ പിടിച്ചിട്ടാണ് സിനിമയിലേക്ക് എടുത്തിട്ട് വലിയ ഓയായിട്ട് ഓ എന്നുള്ള സാധനമാക്കി ഇട്ടിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞങ്ങൾക്ക് അതിൽ വലിയ പരാതിയൊന്നുമില്ല. സംഭവം ഈ പാലക്കാട് ഈ ഓയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറെ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടാ? വിശ്വാസം ഇല്ല. അപ്പൊ എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വസിക്കില്ല, അതൊക്കെ നിങ്ങളുടെ സെക്ഷൻ. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടില് ഈ ചാത്തനേറ്, മുത്തപ്പന്റെ കോപം, പിന്നെ എന്താണ് ഓഡിയൻ സിനിമ നിങ്ങളൊക്കെ കണ്ടല്ലോ, അതൊക്കെ ഞങ്ങളുടെ പാലക്കാടാണ്. അപ്പോൾ ഈ ചാത്തനേറിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ ചാത്തൻ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിന്റെ ബാക്കിൽ ചാത്തന്റെ പ്രതിഷ്ഠ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ ചാത്തൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സാധാ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നത് ഇവിടെ ഉള്ള കുളത്തിലും അതുപോലെ കിണറിലൊക്കെ രാത്രി നേരത്ത് കല്ലെറിയും. ക്ലിങ് ക്ലിങ്. അപ്പൊ ഈ കല്ല് നിന്ന് വീട്ടുകാരായി നമ്മൾ മനസ്സിലാക്കണം എന്തോ ചാത്തന് പറയാണ്ട് കേട്ടാ എന്നുള്ളത് നമ്മൾ അതിന്ന് വേണം മനസ്സിലാക്കാൻ. സംഭവം ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടില് കക്കൂസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കക്കൂസില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ എവിടെയൊക്കെയാണ് ഈ കാര്യം സാധിക്കുകയെന്ന്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാടത്തും പറമ്പത്തൊക്കെ തന്നെ അന്ധകാലത്ത് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാനും എൻ്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങിയ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പൊട്ടക്കുളമുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു സീമക്കൊന്നൻ്റെ മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിട്ട് 10 മണിക്ക് ഒരു അട്ടി ഇരിപ്പം അങ്ങോട്ട് ഇരിക്കും. എന്താ സുഖം എന്നറിയോളൂ. അവിടെ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ അങ്ങോട്ട് ഇരിക്കുകയാണ്. 2 വവ്വാലും ഉണ്ട് കൂട്ടിന്. കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടാ അച്ഛൻ്റെ കൂട്ടുകാരൻ കുഞ്ചുവാട്ടൻ അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോവാണ് പാടത്തിൽ കൂടെ. നോക്കുമ്പോ എന്താണ് സൗണ്ട് ബ്ലും. ആൾ കുറച്ചേരം ശ്രദ്ധിച്ചു, പിന്നെയും കേട്ടു അടുത്തത് ബ്ലും. അപ്പൊ തന്നെ പുള്ളി ഉണ്ടല്ലോ ഒരൊറ്റ ഓട്ടം ഓടി, ഒന്നും മിണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ വാലോർക്കുമ്പോ ചന്ദ്രേട്ടാ നിങ്ങളുടെ അവിടുത്തെ ചാത്ര നിങ്ങളുടെ അടുത്ത് കോപമാണെന്ന്. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു നായെ കൊല്ലും ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞിട്ടാണ്ട പൂമേ ഞാൻ ആ ജോത്സ്യനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് സാധനങ്ങൾ നോക്കി, ഇനി നീ മിണ്ടി പോരുത്. അല്ലാന്ന് ഞാൻ കേട്ടു ചന്ദ്രേട്ട, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് നമുക്ക് പോയി നോക്കാം. അച്ഛൻ പറഞ്ഞു പൊലം കെട്ടവനെ ഇത് മറ്റും മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ എനിക്ക് വേണ്ടി ഒറ്റ എന്നാ ശരി നോക്കാം. അച്ഛൻ വിചാരിച്ചു എന്തായാലും പുള്ളി ഇത്ര സീരിയസ് ആയി എന്ന് പറയണല്ലേ, രാത്രി അങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും ഞാനും എൻ്റെ അനിയനും അറിയണില്ല. രാത്രിയായി. ഈ പൊട്ടക്കുളത്തിന്റെ അടുത്ത് ഒരു വാക്യക്കുണ്ടയുണ്ടേ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും എൻ്റെ അനിയനും കൂടെ മരത്തിൽ അങ്ങോട്ട് കയറി. ഞാനാണെങ്കിലോ ഈ ഹോട്ടൽ ഫുഡ് കിട്ടാത്തതുകൊണ്ട് വലിച്ചു വാരിയൊക്കെ തിന്നുകയും ചെയ്തിട്ടുണ്ട്. ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു. എൻ്റെ അനിയൻ ഫസ്റ്റ് ബ്ലും. അപ്പൊ എടുത്ത വഴിക്ക് അടുത്ത് നിന്നിട്ട് കുഞ്ചോട്ടം പറഞ്ഞു കാട്ടാ ചന്ദ്രേട്ടാ കാട്ടാ മുൻകാണ്ടിരിക്കടാ അടുത്ത് പറയുന്നു നോക്കട്ടെ. തൊട്ടടുത്ത് അനിയൻ വീണ്ടും ടും പ്ലും. ശരിയാണ് ഇത്ര കുഞ്ചുവോ എന്തോ പറയാണ്ട് ചാത്തന്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ ഊഴമില്ലേ
ഞാനങ്ങോട്ട് വിട്ടങ്ങോട്ട് കൊടുത്തു. ബ്ലും, 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 ബ്ലും. ഒരൊറ്റ ഓട്ടോടി കുഞ്ചുവാട്ടനും ചന്ദ്രേട്ടനും കൂടി പോണ പോക്ക് കണ്ടിട്ടുണ്ടല്ലോ. ചന്ദ്രേട്ട എന്തു പറ്റിയിട്ടുണ്ടല്ലോ നിങ്ങൾ ചാത്തന് നാളെ തന്നെ ജോലിസിനെ കൊണ്ട് ആ കുഞ്ചു അങ്ങനെ തന്നെ ചെയ്യാന്ന് ഇവരങ്ങോട്ട് ഓടി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാനും എൻ്റെ അനിയനും ഈ കാഴ്ച മേളിന്ന് കണ്ടു. ഞങ്ങൾ അതോടെ തീരുമാനിച്ചു ഇനി ഞങ്ങൾ മരത്തിന്റെ മുകളിലത്തെ പരിപാടി ഇല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ പാടത്തും പറമ്പത്തും ഒക്കെയായി ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടികൾ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ വേണ്ട ഏതെങ്കിലും ഒരാള് പാടത്തോ പറമ്പത്തോ പോയി ഇരുന്നിട്ടുണ്ടോ? എന്താ സുഖം എന്നറിയാം. കാറ്റ് വെളിച്ചം ഇരുന്നിട്ടുണ്ട്. അതാണ് ഒരാൾ കിട്ടി കേട്ടാ. നിങ്ങൾ ഞങ്ങളുടെ ആളാണ് കേട്ടോളി. ആ കാറ്റ് ഇതൊക്കെ പോട്ടെ, പുല്ലിന്റെ തലോടല് അതാണ് ഹൈലൈറ്റ്. ഈ സംഭവം കഴിഞ്ഞിട്ട് എന്നെ കെട്ടിച്ചു വിട്ടു. കെട്ടിച്ചുവിട്ടത് 7ാമത്തെ നിലയുടെ മുകളിൽ ഫ്ലാറ്റിക്കേ. നമ്മൾ ഈ പാടത്തും പറമ്പത്തിരുന്ന ആൾക്കാർ ഈ ഫ്ലാറ്റ് പറ്റുമോ? ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ പിടിച്ചിരുന്നു, സെക്കൻഡ് ഡേ പിടിച്ചിരുന്നു, 3ാമത്തെ ദിവസം എൻ്റെ കെട്ടിയും ചോദിച്ചു നിനക്ക് ബാത്റൂമിലൊന്ന് പോണ്ടേ? കേട്ടോ ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. എന്താ നീ പറ. എനിക്ക് ഈ കാറ്റും വെളിച്ചവും പോട്ടെ, ഈ പുല്ലിൻ്റെ തലോടലില്ലാണ്ട് എനിക്ക് പോവാൻ പറ്റുള്ള ആള് ഒരക്ഷരം മിണ്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ഞെട്ടിപ്പോയി. ബാത്റൂമിൽ കംപ്ലീറ്റ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ല ഞെട്ടും. യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെയൊക്കെയാണ് മണി പ്ലാന്റ്. ഞാൻ അത് വെച്ച് അങ്ങോട്ട് ഇപ്പോഴും വീട്ടിൽ മണി പ്ലാന്റ് ഇട്ടിട്ടോ. എല്ലാവരും ആ വഴിക്ക് ബൈൻഡിങ് ഒന്ന് പോയിട്ട് ആസ്വദിച്ചിട്ടൊക്കെ വരാം. ഇതൊക്കെ പോട്ടെ, ഞാൻ ബോംബെക്ക് പോയി. മിയാജി നിങ്ങൾ കേൾക്കണം, ഈ ബോംബെക്ക് ഫ്ലൈറ്റിലാണ് പോണത്. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ എത്ര പേർക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ പല പല അനുഭവങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. നല്ല സ്റ്റൈലായിട്ട് ലെഫ്റ്റ് റൈറ്റ് 2 പേര് ഇരിക്കുന്നുണ്ട്, ഞാൻ സെൻറ്ററിൽ. ഫ്ലൈറ്റ് അങ്ങോട്ട് നീങ്ങി കുറച്ചങ്ങോട്ട് പോയി, ഇതങ്ങോട്ട് പൊങ്ങി എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തന്നു. എനിക്ക് പിടിച്ചിരിക്കുകയാണ് ഞാൻ. കാരണം ഇത് പൊങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ അവിടെ ഉള്ളൊരു അതിൽ കൂടെ എയർ ഹോസ്റ്റസ് നടക്കുമല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കുഞ്ചിപ്പണ്ണേ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. കാരണം ഇത് പൊങ്ങുമ്പോൾ എണിക്കാൻ പാടില്ല അത്ര. ഒന്ന് സ്റ്റേർഡായപ്പോൾ ഞാൻ നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ അവർ അവിടെയാണെന്ന് പറഞ്ഞു. ഓടിപ്പോയി അങ്ങോട്ട് കാര്യം സാധിച്ചു. നോക്കുമ്പോഴാ ടിഷ്യൂ പേപ്പർ. നമ്മൾ ഈ കുളത്തിലൊക്കെ കഴുകുന്ന ആൾക്കാർക്ക് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ട് എവിടെ മതിയാവാനാണ്? ഞാൻ പറഞ്ഞു ഒരുമാതിരി ചതിയായി പോയിട്ടാ. ഒരു വിധത്തിൽ തുടച്ച അവിടെ നിന്നിട്ട് ഉണ്ണി കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം പുറത്ത് വന്നിട്ട് തരാന്ന് പറഞ്ഞു. തീർന്നില്ലേ? ഇങ്ങനെ നടന്നു വന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. കാരണം എൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നില്ല. ഞാൻ പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ ചാടി ഇറങ്ങി നേരെ ഒരു വണ്ടി എടുത്ത് എൻ്റെ കെട്ടുവിൻ്റെ അടുത്ത് പോയപ്പോൾ അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഹായ് ജിഷ, തൊട്ടുപാട് നിൽക്കും. വന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ പറഞ്ഞു. ഒറ്റ ഓട്ടോടി ബാത്റൂമിലേക്ക് എല്ലാം ഊരി കളഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നാലും എൻ്റെ സ്വത്തുമണിയെ ഇത്രയും ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഉള്ളത് നോക്കി ബുക്ക് ചെയ്യണ്ട മകനേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഒന്നും പറയാതെ എന്നെ നോക്കി ചിരിച്ചു. എൻ്റെ ഈ യാത്ര അവസാനിക്കണം. ഇവിടെ ബാത്റൂമിൽ മണി പ്ലാന്റ് ആണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വരി.